ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് കവർ ചെയ്യുന്നത് സ്വിച്ചസ് എന്നുള്ള പോർഷനാണ്. സ്വിച്ചസ്. സോ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് സ്വിച്ചസ്. നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പ് സ്വിച്ചസ് ആണുള്ളത്. അപ്പോൾ സിലബസിൽ വളരെ കുറച്ച് സ്വിച്ചസേ പറയുന്നുള്ളൂ, പക്ഷെ നമ്മൾ കുറേ അഡ്വാൻസ്ഡ് സ്വിച്ചസും കൂടി ഇതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിലബസിൽ പറഞ്ഞ ഇത്രേ ഉള്ളൂ: ഓൺ ഓർ ഓഫ് സ്വിച്ച്, പുഷ് ഓൺ ആൻഡ് പുഷ് ഓഫ് സ്വിച്ച്, പുഷ് ടു ഓൺ ഓർ ഓഫ്, SPST അല്ലെങ്കിൽ സിംഗിൾ പോൾ സിംഗിൾ ത്രോ, SPDT, DPDT, വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ലിമിറ്റ് സ്വിച്ചസ്, പ്രോക്സിമിറ്റി സ്വിച്ചസ് ആൻഡ് റിലേസ്. അപ്പോൾ ഇത്ര സിലബസ് പറയുന്നുള്ളൂ. നമുക്കിത് ചെയ്യാം. ഇതിൽ ഒബ്ജക്റ്റീവ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് സ്വിച്ചസിൻ്റെ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എത്രത്തോളം ഡെപ്തിലേക്ക് നമുക്ക് പോകണം എന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഓൾറെഡി സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് സ്വിച്ചസിൻ്റെ ഡെഫിനേഷൻസ് ആണ് ബേസിക്കലി പറയാനുള്ളത്. എ സ്വിച്ച് ഈസ് എ ഡിവൈസ് വിച്ച് ഇസ് ഡിസൈൻ ടു ഇൻറ്ററപ്റ്റ് ദി കറണ്ട് ഫ്ലോ ഇൻ എ സർക്യൂട്ട്, ഓർ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. സോ ജനറലി ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, ഒരു ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ കണക്ഷൻ ബ്രേക്ക് ചെയ്യും. ഇതൊക്കെ നമുക്ക് ജനറലി അറിയാവുന്ന കാര്യമാണ്. So every electrical and electronics application uses at least one switch to perform on and off operation of the device. So നമുക്ക് സ്വിച്ചസിൽ രണ്ട് ടേമാണ് പറയാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പോൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ത്രോ. So the two terms pole and throw are used to describe the switch contact variation. So the number of poles is the number of separate circuit which are controlled by the switch. സോ എത്ര സർക്യൂട്ട്സ് നമ്മൾ ഒരേ സമയം കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ് ബേസിക്കലി പോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നമ്പർ ഓഫ് ത്രോസ് ഈസ് ദി നമ്പർ ഓഫ് സെപ്പറേറ്റ് പൊസിഷൻ ദാറ്റ് ദ സ്വിച്ച് ക്യാൻ അഡോപ്റ്റ്. എത്ര സെപ്പറേറ്റ് പൊസിഷൻസ് നമ്മൾ സർക്യൂട്ടിൽ ഉണ്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനാണ് ത്രോസ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കിത് സർക്യൂട്ട് കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും പോളിൻ്റെയും ത്രോയിൻ്റെയും ഡെഫിനേഷൻ. സോ നമുക്ക് പോൾസ് ആൻഡ് ത്രോസ് ജനറലി പറയാം. ദ എമൗണ്ട് ഓഫ് സർക്യൂട്ട് കൺട്രോൾഡ് ബൈ ദി സ്വിച്ച് is indicated by poles. So single pole which is controlled only one electrical circuit, double pole switch controlled two independent circuit. നമ്മൾ പറഞ്ഞു എത്ര സർക്യൂട്ട് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പോൾ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ പോൾ റെപ്രസെന്റ് ദി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പവർ സർക്യൂട്ട് ദാറ്റ് ക്യാൻ ബി സ്വിച്ച്. ഈ രീതിയിൽ നമുക്ക് പോൾസിനെ ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് ത്രോ. ദ നമ്പർ ഓഫ് ത്രോസ് റെപ്രസെന്റ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് to which the current can pass through the switch. So എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ത്രോ യൂസ് ചെയ്യുന്നത്. എത്ര ഇൻഡിവിജ്വൽ പവർ സർക്യൂട്ട് എന്ന് ഡിസൈഡ് ചെയ്യാനാണ് പോൾസ് യൂസ് ചെയ്യുന്നത്. സോ ദ നമ്പർ ഓഫ് ത്രോസ് ഇൻഡിക്കേറ്റ് ഹൗ മെനി ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് കണക്ഷൻസ് എവറി സ്വിച്ച് പോൾ ക്യാൻ കണക്ട് അറ്റ് ഇൻസ് ഇൻപുട്ട്. സോ എ സിംഗിൾ ത്രോ സ്വിച്ച് ഈസ് എ സിമ്പിൾ ഓൺ ഓഫ് സ്വിച്ച്. വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, the two terminals of switch are connected to current flow between them. When the switch is off, the terminals are not connected, so current does not flow. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പോൾസും ത്രോസും വെച്ചിട്ടാണ് നമ്മൾ സ്വിച്ചസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പോൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പവർ സർക്യൂട്ട്സും, ത്രോസ് എന്ന് പറയുന്നത് ബേസിക്കലി എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എത്ര ടൈപ്സ് സ്വിച്ചസ് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യും. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്വിച്ച് ഈസ് സിംഗിൾ പോൾ സിംഗിൾ ത്രോ, SPST, റൈറ്റ്. സോ നിങ്ങൾക്ക് ക്ലിയർ ആണ് ഇതിൻ്റെ ഫിഗറിൽ നിന്ന്. സോ ഒരു SPST സ്വിച്ചും അതിൻ്റെ സിമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി SPST സ്വിച്ചിൻ്റെ പ്രത്യേകത അതിലൊരു സിംഗിൾ പോളും ഒരു സിംഗിൾ ത്രോ ആയിരിക്കും. വളരെ ക്ലിയർ ആണ്. ഇറ്റ്സ് എ സിംഗിൾ പോൾ സിംഗിൾ ത്രോ ഈസ് എ ബേസിക് ഓൺ ഓഫ് സ്വിച്ച് ദാറ്റ് ജസ്റ്റ് കണക്ട് ഓർ ബ്രേക്ക് ദി കണക്ഷൻസ് ബിറ്റ്വീൻ ടു ടെർമിനൽസ്. സോ ജസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച് ആണ്. The basic on-off switch consisting of one input contact and one output contact. ഒരു ഇൻപുട്ട് കോണ്ടാക്റ്റും ഒരു ഔട്ട്പുട്ട് കോണ്ടാക്റ്റും മാത്രമുള്ള ബേസിക് ആയിട്ടുള്ള സ്വിച്ചാണ് സിംഗിൾ പോൾ സിംഗിൾ ത്രോ, റൈറ്റ്. സോ ബേസിക്കലി അതിൻ്റെ ഒരു ബേസിക് കണക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ ഒരു SPST സ്വിച്ച് നിങ്ങൾക്ക് കാണാം. സോ ഈ SPST സ്വിച്ചിനെ ഞാനിപ്പോൾ ചെയ്യുന്നത് ജനറലി ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലൈറ്റ് സർക്യൂട്ടിൽ ജനറലി ഞാൻ വരച്ചേക്കുന്ന സ്വിച്ച് ഓപ്പൺ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജനറൽ കണ്ടീഷനിൽ ഈ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആയിരിക്കും. സപ്പോസ് ഇഫ് ദ SPST സ്വിച്ച് ഈസ് ക്ലോസ്ഡ്, ദ സർക്യൂട്ട് വിൽ ബി കംപ്ലീറ്റഡ് ആൻഡ് ലൈറ്റ് വിൽ ഗ്ലോ. ഇപ്പോൾ രണ്ട് കണ്ടീഷനേ ഉള്ളൂ. സ്വിച്ച് ക്ലോസ് ആണെങ്കിൽ
എന്തായിരിക്കും? സ്വിച്ച് ക്ലോസ് ആണെങ്കിൽ ബേസിക്കലി ലൈറ്റ് ഗ്ലോ ചെയ്യും. സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യില്ല, ഗ്ലോ ചെയ്യില്ല. ഈ രീതിയിലുള്ള സർക്യൂട്ട്സ് ആണ് ബേസിക്കലി SPST അല്ലേ. സോ അതിൻ്റെ the switch has two contact, one input and other output. From the typical light switch diagram, it controls one wire and makes one connection. When the switch is closed or on, then the current flows through the terminals and the bulb in the circuit will glow. When the switch is open or off, then there is no current flow in the circuit. So ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. So second type is single pole double throw. It means SPDT. So it consists of generally single pole and double throw. So നിങ്ങൾക്ക് കാണാം ഇവിടെ ആകെ ഒരു പോളും 2 ത്രോയേ ഉള്ളൂ. സോ ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും SPDT സ്വിച്ച് നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. സോ ദ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ഈസ് എ 3 terminal സ്വിച്ച്. സോ ഇതിൽ ടെർമിനൽസിന് എണ്ണം ചോദിക്കും. ഇപ്പോൾ ടോട്ടലി സിംഗിൾ പോൾ ഡബിൾ ത്രോയിൽ 3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം. ഇതിൻ്റെ ഹയർ സ്വിച്ചസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരിക. സോ ബേസിക്കലി എ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് കൺസിസ്റ്റ് ഓഫ് 3 terminal, right? 1 for input and 2 for outputs. In most of the circuit, these switches are used as changeover to connect the input between 2 choices of output. So നമുക്ക് 2 ചോയ്സ് വരുന്ന മൊമെൻറ്റിലാണ് നമുക്ക് SPDT സ്വിച്ചസിൻ്റെ നീഡ് വരിക. സോ ഞാൻ ലാസ്റ്റ് എല്ലാത്തിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ ഒരു ടാബുലേഷൻ ചെയ്യാം, എല്ലാത്തിൻ്റെയും കമ്പാരിസൺ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രിൻസിപ്പൾ മാത്രം പറഞ്ഞു പോവാണ്. സോ നിങ്ങൾ നോക്ക്, ബേസിക്കലി നമ്മൾ പറഞ്ഞ SPDT സ്വിച്ചിൻ്റെ ഒരു ജനറൽ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ these switches are used in a 3-way circuit to turn on a light on or off from 2 locations, such as from top and bottom of a stairway. When the switch A is closed, then current flows through the terminal and only light A will on and light B will be off. When the switch B is closed, then the current flow the terminal and only light B will on and A will off. Here we are controlling the 2 circuits or path via one way of source. വളരെ ക്ലിയർ ആണ്, നിങ്ങൾക്ക് ഫിഗർ തന്നെ ക്ലിയർ ആണ്. 2 പൊസിഷനാണ് സ്വിച്ചിനുള്ളത്, A എന്നുള്ള പൊസിഷനും B എന്നുള്ള പൊസിഷനും. A എന്നുള്ള പൊസിഷനിലാണ് നമ്മൾ ജനറലി കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം, A എന്നുള്ള പൊസിഷനിലാണ് ജനറലി കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ A എന്നുള്ള ബൾബ് ഗ്ലോ ചെയ്യും. സപ്പോസ് B എന്നുള്ള പൊസിഷനിലാണ് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ B എന്നുള്ള ബൾബ് ഗ്ലോ ചെയ്യും. വളരെ ക്ലിയർ ആണ്. ഒരു സിംഗിൾ സ്വിച്ച്, പക്ഷെ 2 പൊസിഷനിലെ ലൈറ്റിനെ നമ്മൾ ഈ സിംഗിൾ സ്വിച്ച് വെച്ച് എന്ത് ചെയ്തു, കൺട്രോൾ ചെയ്തു. ഇതാണ് ബേസിക്കലി SPDT. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ SPDT? സോ ദ നെക്സ്റ്റ് വൺ ഈസ് DPDT. നിങ്ങൾക്ക് DPDT കാണാം. DPST അല്ലേ. DPST എന്ന് പറഞ്ഞാൽ ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച്. സോ 2 പോൾസും 2 ത്രോസും. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ ഇത് DPST ആണോ DPDT ആണോ എന്ന കൺഫ്യൂഷൻ വരും. ഇത് DPST ആണ്. കാരണം ഇതിൻ്റെ ത്രോ ഇതിൽ ജസ്റ്റ് ഈ ഫസ്റ്റ് ഇനീഷ്യൽ പാർട്ട് നിങ്ങൾക്ക് കാണാവുന്നത് 2 ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ദ സ്വിച്ച് കൺസിസ്റ്റ് ഓഫ് 4 terminals, 2 ഇൻപുട്ട് കോണ്ടാക്ട് ആൻഡ് 2 ഔട്ട്പുട്ട് കോണ്ടാക്ട്. നമ്മൾ DPST എന്ന് പറയുന്ന റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സർക്യൂട്ട് കണ്ടാൽ മനസ്സിലാവും. സോ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ 2 separate SPST കോൺഫിഗറേഷൻ ഓപ്പറേറ്റിംഗ് അറ്റ് സെയിം ടൈം. സോ നമ്മൾ 2 SPST സർക്യൂട്ട്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരേ സമയത്ത് 2 SPST സ്വിച്ചസ് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സെയിം വർക്കിംഗ് പ്രിൻസിപ്പിളാണ് എന്തിന് വരിക, DPSTക്ക് വരിക. നിങ്ങൾക്ക് അതിൻ്റെ സർക്യൂട്ട് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് നോക്കാം. യെസ്. Also, the contact of the switch may be either normally open or normally closed configuration, right? സോ നിങ്ങൾക്ക് ഇതിൻ്റെ സർക്യൂട്ട് കണ്ട ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് DPST സ്വിച്ച് വർക്ക് ചെയ്യുന്നതെന്ന്. സോ നിങ്ങൾ നോക്ക്, ഞാനിവിടെ 2 ടിപ്പിക്കൽ സർക്യൂട്ട്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ, സോ നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു സർക്യൂട്ടും ആണെങ്കിൽ, സോ ഈ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ നോക്ക്. ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു DPST സ്വിച്ചാണ്, ഡബിൾ പോൾ സിംഗിൾ ത്രോ. സോ വളരെ ക്ലിയർ ആണ്. ഇതിൻ്റെ ത്രോസ് നമ്മൾ മ്യൂച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ത്രോസിനെ നമുക്ക് ജനറലി എന്ത് ചെയ്യാം, ത്രോസ് 2 ഇൻ്റർ കണക്റ്റഡ് ആണ് ജനറലി.
ത്രോസ് ഇൻ്റർ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു ത്രോയേ ഉണ്ടാവുള്ളൂ, 2 പോൾസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്ക്, അറ്റ് എ ടൈം ഇതിൽ ഒരു ത്രോ നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 2 ത്രോവും അറ്റ് എ ടൈം ക്ലോസ് ആവും. ഒരു ത്രോ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ 2 ത്രോയും അറ്റ് എ ടൈം എന്താവും, ഓപ്പൺ ആവും. അപ്പോൾ സപ്പോസ് എന്താണ്, ഞാനിപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ ത്രോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ലാമ്പ് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. ഇതൊരു ടിപ്പിക്കൽ അറേഞ്ച്മെൻറ്റ്. നിങ്ങൾ രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ് കണ്ടോ, അതിൽ 2 പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഒരു DPST സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഡുവൽ പോൾ സിംഗിൾ ത്രോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ സിംഗിൾ ത്രോ ആണ്, ഇതാണ് സിംഗിൾ ത്രോ, ഇവിടെ കാണാവുന്ന ഇതാണ് സിംഗിൾ ത്രോ എന്ന് പറയുന്നത്. ഈ സിംഗിൾ ത്രോ വെച്ച് നമുക്ക് പറയാം സിംഗിൾ ത്രോ ആണ് ഇവിടെ ജനറലി ഉള്ളത്. സോ നിങ്ങൾ നോക്ക്, ഇവിടെ ഈ സിംഗിൾ ത്രോ ക്ലോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, 2 ത്രോയും അറ്റ് എ ടൈം ക്ലോസ് ആവും. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, 2 ഇലക്ട്രിക്കൽ സർക്യൂട്ട് നിങ്ങൾക്ക് കാണാം, ഒരു ലാമ്പും ഒരു മോട്ടറും, രണ്ടും അറ്റ് എ ടൈം എന്താവും, ഓൺ ആവും. സോ ഇതാണ് ഡബിൾ പോൾ സിംഗിൾ ത്രോ. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, ദ ഫോർത്ത് ടൈപ്പ് ഈസ് ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്, DPDT. നിങ്ങൾ നോക്ക്, DPDTൻ്റെ സിമ്പിൾ ഇതാണ്. നിങ്ങൾ നോർമലി DPST എന്ന് പറയുമ്പോൾ DPDTൻ്റെ സിമ്പിൾ വരച്ച് വെക്കരുത്. 6 പാർട്ടുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാം. ജനറലി ഡബിൾ പോൾ ഡബിൾ ത്രോ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ഡുവൽ ഓൺ ഓഫ് സ്വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് 2 ഓൺ പൊസിഷൻ. ഇറ്റ് ഹാസ് എ 6 ടെർമിനൽസ്, 2 are input contact and remaining 4 are output contact. It behaves like a 2 separate SPDT configuration operating at same time. അപ്പോൾ 2 SPDT സ്വിച്ചസ് നമ്മൾ സെയിം ടൈമിൽ വർക്ക് ചെയ്യിപ്പിച്ചാൽ നമുക്ക് ജനറലി കിട്ടുന്ന എന്തായിരിക്കും, ഒരു DPDT ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ വർക്കിംഗ്. ദ 2 ഇൻപുട്ട് കോണ്ടാക്ട്സ് ആർ കണക്റ്റഡ് ടു 1 സെറ്റ് ഓഫ് ഔട്ട്പുട്ട് കോണ്ടാക്ട് ഇൻ 1 പൊസിഷൻ ആൻഡ് ഇൻ അനദർ പൊസിഷൻ ഇൻപുട്ട് കോണ്ടാക്ട് ആർ കണക്റ്റഡ് ടു അതർ സെറ്റ് ഓഫ് അതർ ഔട്ട്പുട്ട് കോണ്ടാക്ട്. നമുക്ക് എന്താ നോക്കാം, DPDT. ഓക്കെ, സോ നമുക്ക് ഒരു DPDT സ്വിച്ചിൻ്റെ മെയിൻ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഞാനൊരു 6 പിൻ അറേഞ്ച്മെൻറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു മോട്ടോറിനെ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനാണ് ഈ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, 6 പിൻസും 6 കളേഴ്സിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിൻ നമ്പർ 1, 4ഉം 3, 6ഉം ഇന്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പവർ സപ്ലൈയിൽ നിന്നുള്ള പോസിറ്റീവ് സപ്ലൈ ഞാൻ 3rd പിന്നിലേക്കും നെഗറ്റീവ് സപ്ലൈ 4th പിന്നിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ മോട്ടോർ എടുത്തു. മോട്ടോറിൻ്റെ ഫസ്റ്റ് പിന്നിലേക്ക് ഞാൻ സ്വിച്ചിൻ്റെ 2nd പിന്നും അതുപോലെ 2nd പിന്നിലേക്ക് 5th പിന്നും കണക്ട് ചെയ്തു. നിങ്ങൾ നോക്ക്, മോട്ടോറിൽ ഞാൻ പിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിലേക്ക് 2nd-ഉം 2nd പിന്നിലേക്ക് 5th-ഉം കണക്ട് ചെയ്തിട്ടുണ്ട് മോട്ടോറിൻ്റെ. അപ്പോൾ എനിക്ക് മോട്ടോറിനെ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ഒരു DPDT സ്വിച്ച് യൂസ് ചെയ്യും. സപ്പോസ് DPDT സ്വിച്ച് ഡൗൺവേർഡ്സ് ആണെങ്കിൽ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഡൗൺവേർഡ്സ് ആണെങ്കിൽ 2 കണക്ഷനാണ് എസ്റ്റാബ്ലിഷ് ആവുന്നത്. 2 and 3 ആർ ഇന്റർ കണക്റ്റഡ്, 5 and 4 ആർ ഇന്റർ കണക്റ്റഡ്. അതിന്റെ ഫലമായിട്ട് നിങ്ങൾ നോക്ക്, മോട്ടോർ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. റൈറ്റ്, സിമിലർ വേ നമ്മൾ DPDT സ്വിച്ചിന്റെ അപ്വേർഡ് ആണ് കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ 1, 2 and 5, 6 ആർ ഇന്റർ കണക്റ്റഡ്. ആസ് എ റിസൾട്ട് നിങ്ങൾ നോക്ക്, 1, 2, 5, 6 ഇന്റർ കണക്റ്റഡ് ആണെങ്കിൽ മോട്ടോർ വിൽ റൊട്ടേറ്റ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ 2 പാത്ത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. സോ നമ്മൾ DPDT സ്വിച്ചസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. കുറച്ചും കൂടി സിമ്പിളായിട്ടൊരു ഫിഗറായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു DPDT DPDTൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. സോ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് DPDT നമ്മൾ ഒരു അനിമേഷനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. സെയിം ഫിഗറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു DPDT ഒരു മോട്ടോർ കൺട്രോളിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും മോട്ടോറിനെ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് DPDT സ്വിച്ച് യൂസ് ചെയ്യാം. അതിൻ്റെ അപ്വാർഡും ഡൗൺവാർഡ് മോഷനുമാണ് ഈ പ്രിൻസിപ്പിൾ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ നെക്സ്റ്റ് 5th വൺ ഈസ് എ പുഷ് ബട്ടൺ സ്വിച്ചസ്. സോ പുഷ് ബട്ടൺ സ്വിച്ചസ്, അതിൻ്റെ സിമ്പലും പുഷ് ബട്ടൺ സ്വിച്ചിൻ്റെ ഫിഗറും താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്ക്. സോ ബേസിക്കലി ഇതിലൊരൊറ്റ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് എ മൊമെൻ്ററി കോൺടാക്ട് സ്വിച്ച് ദാറ്റ് മേക്സ് ഓർ ബ്രേക്സ് കണക്ഷൻ ആസ് ലോങ് ആസ് ദി പ്രഷർ ഈസ് അപ്ലൈഡ്. ദാറ്റ് ഈസ് generally the pressure is applied by a button pressed by someone's finger. This button returns its normal position once the pressure is removed. The internal spring mechanism operates these 2 states of a push button. It consists of a stationary and movable contact, of which stationary contacts are connected in series with the
സർക്യൂട്ട് ടു ബി സ്വിച്ച്ഡ് വൈൽ മൂവബിൾ കോണ്ടാക്ട് ആർ അറ്റാച്ച്ഡ് വിത്ത് എ പുഷ് ബട്ടൺ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. പുഷ് ബട്ടൺ എന്ന് പറഞ്ഞാൽ അതിനാകെ രണ്ട് മൂവ്മെൻറ്റേ ഉള്ളൂ, ഒന്നുകിൽ പുഷ് ഓൺ അല്ലെങ്കിൽ പുഷ് ഓഫ്. വളരെ ക്ലിയർ ആണ്. നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്വിച്ചും ഉണ്ട്, നോർമലി ഓപ്പൺ ആയിട്ടുള്ള സ്വിച്ചും ഉണ്ട് പുഷ് ബട്ടണിൽ. സോ വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ നോർമലി ഓപ്പൺ ആയിരിക്കുന്ന ഒരു സ്വിച്ച് ആണെങ്കിൽ, പുഷ് ബട്ടൺ സ്വിച്ച് ആണെങ്കിൽ, നമ്മൾ ഒരു സ്പ്രിംഗ് മെക്കാനിസം വഴി നമ്മളൊരു ബട്ടൺ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കും, അത് നമ്മൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഒരേ ഒരു മൂവ്മെൻറ്റേ ഉള്ളൂ അതിന്, ഒരു സ്പ്രിംഗ് മെക്കാനിസം ആണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി പ്രസ് ചെയ്യുകയാണെങ്കിൽ റിലീസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി സ്പ്രിംഗ് മെക്കാനിസം വഴിയാണ് ആ സ്വിച്ച് റിട്ടേൺ ആവുന്നത്. സോ 3 ടൈപ്പ് പുഷ് ബട്ടൺസ് വരാം. നോർമലി പുഷ് ഓൺ സ്വിച്ച് വരാം, പുഷ് ഓഫ് സ്വിച്ച് വരാം, പുഷ് ഓൺ ഓർ ഓഫ് സ്വിച്ച് വരാം. അത് ഓരോ ആപ്ലിക്കേഷനിലും നമ്മൾ ഓരോ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ പുഷ് ബട്ടൺ സ്വിച്ചസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ നോർമൽ കോളിംഗ് ബെല്ലൊക്കെ ഈ പുഷ് ബട്ടൺ സ്വിച്ച് പോലെയാണ് അല്ലേ. യെസ്. അപ്പോൾ 6th വണ്ണാണ് ലിമിറ്റ് സ്വിച്ചസ്. ലിമിറ്റ് സ്വിച്ചസ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനിമേഷനായിട്ട് പറയേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലിമിറ്റ് സ്വിച്ചസ് എന്താണെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. 4 കണ്ടീഷൻ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കാം. നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ്, നോർമലി ഓപ്പൺ ഹെൽഡ് ക്ലോസ്ഡ്, നോർമലി ക്ലോസ്ഡ് ഹെൽഡ് ഓപ്പൺ. 4 സ്റ്റേറ്റ് ഉണ്ട്. 4 സ്റ്റേറ്റ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ലിമിറ്റ് സ്വിച്ചസ് നമ്മൾ റിലേസിൻ്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ലിമിറ്റ് സ്വിച്ചസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നമുക്കൊരു അനിമേഷൻ വീഡിയോ കണ്ടാലേ കറക്റ്റായിട്ട് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാവുള്ളൂ ലിമിറ്റ് സ്വിച്ചസ്. സോ 7th സ്വിച്ചസ് ആർ ഫ്ലോട്ടിംഗ് സ്വിച്ചസ്. നമുക്ക് 3 ടൈപ്പ് സ്വിച്ചസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫ്ലോട്ട് സ്വിച്ച്, പ്രോക്സിമിറ്റി സ്വിച്ചസ് ആണ്. അത് വളരെ ക്ലിയർ ആണ്. ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമാണ് ഇതുപോലത്തെ സ്വിച്ചസ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ നിങ്ങൾ നോക്കുക. 2 രീതിയിലുള്ള ഫ്ലോട്ട് സ്വിച്ചസ് അവൈലബിൾ ആണ്. NO എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ, NC എന്ന് പറഞ്ഞാൽ നോർമലി ക്ലോസ്ഡ്. സോ ദീസ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ കൺട്രോളിങ് DC and AC മോട്ടോർ പമ്പ്സ് അക്കോർഡിംഗ് ടു ദി ലിക്വിഡ് ഓർ വാട്ടർ ഇൻ എ ടാങ്ക്. So this button is operated when the float move downwards or upward based on the water level in the tank. അപ്പോൾ മെയിൻലി വാട്ടർ ലെവലിലായിരിക്കും നമ്മൾ ഫ്ലോട്ട് സ്വിച്ചസ് കണക്ട് ചെയ്യുന്നത്. സോ വാട്ടർ ലെവലിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഒരു സ്പെസിഫിക് വാട്ടർ ലെവലിൽ നമ്മൾ ഫ്ലോട്ട് സ്വിച്ചസ് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ വാട്ടർ ആ സ്വിച്ചിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അത് ക്ലോസ്ഡ് ആവും ഓർ ഓപ്പൺ ആവും. അപ്പോൾ എങ്ങനെയാണോ അതിൻ്റെ പൊസിഷൻ അതുപോലെ. ഇപ്പം നോർമലി ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ കറണ്ട് കണ്ടീഷനിൽ സ്വിച്ച് ഓപ്പൺ ആണ്, വാട്ടറിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നോർമലി അത് ക്ലോസ്ഡ് ആവും, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. നോർമലി ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിലോ വാട്ടർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നോർമലി അത് ക്ലോസ് കണ്ടീഷനിലാണ്, വാട്ടർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നോർമലി ആ കണക്ഷൻ എന്താവും, ഓഫ് ആവും. അപ്പോൾ നമുക്ക് ജനറലി പറയാം, ഇപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ അപ്വേർഡ് പൊസിഷനിലാണ് നമ്മൾ ഈ സ്വിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ നോർമലി ക്ലോസ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനായിരുന്നു നമ്മൾ NC സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വാട്ടർ ലെവൽ എത്തുന്ന മൊമെൻറ്റിൽ നോർമലി ക്ലോസ്ഡ് ആയിരിക്കുന്ന സ്വിച്ച് ഓപ്പൺ ആവും. ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫ് ആവും. ഈ രീതിയിലാണ് ഫ്ലോട്ട് സ്വിച്ചസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് ഫ്ലോട്ട് സ്വിച്ചസ് വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വി ഹാവ് ഫ്ലോ സ്വിച്ചസ്. സോ ഇതാണ് ഫ്ലോ സ്വിച്ചസിൻ്റെ സിമ്പിൾ. സോ ഇതിലും 2 കണക്ഷൻസ് വരാം, നോർമലി ഓപ്പണും നോർമലി ക്ലോസ്ഡും. സോ നിങ്ങൾ നോക്കുക, ഫ്ലോ സ്വിച്ചസ് ആ വേർഡ് തന്നെ ക്ലിയർ ആണ്. ദീസ് ആർ മെയിൻലി യൂസ്ഡ് ടു ഡിറ്റക്ട് ദി മൂവ്മെൻറ്റ് ഓഫ് ലിക്വിഡ് ഓർ എയർ ഫ്ലോ ത്രൂ പൈപ്പ് ഓർ ഡക്റ്റ്. സോ ദ എയർ ഫ്ലോ സ്വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ എ സ്നാപ്പ് ആക്ഷൻ. ദ മൈക്രോ സ്വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു എ മെറ്റൽ ആം. ടു ദിസ് മെറ്റൽ ആം ദ തിൻ പ്ലാസ്റ്റിക് ഓർ മെറ്റൽ പീസ് ഈസ് കണക്റ്റഡ്. A large amount of air passes through the metal or plastic piece. It causes the movement of metal arm and thus operate the contact of the switch. വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ നോർമലി ഓപ്പൺ ആയിരിക്കുന്ന ഒരു സ്വിച്ചാണ് നമ്മൾ ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു ഡക്റ്റിനുള്ളിൽ വെക്കുന്നതെങ്കിൽ ഒരു സ്പെസിഫിക് എയർ ഫ്ലോയ്ക്ക് മേലെ വരികയാണെങ്കിൽ ആ നോർമലി ഓപ്പൺ ആവുന്ന സ്വിച്ച് ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിഞ്ഞാൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അടുത്ത പോസിബിലിറ്റി ഇതാണ്, നോർമലി ക്ലോസ് ആയിരിക്കുന്ന ഒരു സ്വിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്പെസിഫിക് എയർ ഫ്ലോയ്ക്ക് മേലെ വരികയാണെങ്കിൽ നോർമലി ക്ലോസ് ആവുന്ന സ്വിച്ച് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഡിസേബിൾ ആവും. ഈ രീതിയിലാണ് ഫ്ലോ സ്വിച്ചസ് വർക്ക് ചെയ്യുന്നത്. സോ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ വഴി ഡിസൈൻ ചെയ്യുന്നതാണ് ഫ്ലോ സ്വിച്ചസ്. ഇതിൻ്റെ സിമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ദ സ്വിച്ച് എഗെയിൻ നോർമലി ഓപ്പൺ ഓർ ക്ലോസ് ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ. റൈറ്റ്, നമ്മൾ പറഞ്ഞു. പ്രഷർ സ്വിച്ചസ് ആണ് അടുത്തത്. പ്രഷർ സ്വിച്ച് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ, പ്രഷർ. These switches are commonly used in industrial application in order to sense the pressure of hydraulic system and pneumatic systems. Depending upon the range of pressure to be measured, these pressure switches are classified into diaphragm operated pressure switch, metal bellows type pressure switch
ആൻഡ് പിസ്റ്റൺ ടൈപ്പ് പ്രഷർ. ഇതിൻ്റെ പ്രഷർ ലെവലൊന്നും പഠിക്കണ്ട. പ്രഷർ ലെവലിനനുസരിച്ച് നമുക്ക് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറയുന്നുണ്ട്. സോ ദീസ് സ്വിച്ചസ് മേ ബി എയ്തർ നോർമലി ഓർ ഓപ്പൺ ഓർ നോർമലി ക്ലോസ്ഡ് ടൈപ്പ് കോൺഫിഗറേഷൻ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നോർമലി ഓപ്പൺ സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് പ്രഷറിന് മേലെ വരികയാണെങ്കിൽ നോർമലി ഓപ്പൺ ആവുന്ന സ്വിച്ച് ക്ലോസ്ഡ് ആവും. ക്ലോസ് ആവണമെങ്കിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. നോർമലി ക്ലോസ്ഡ് സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്പെസിഫിക് പ്രഷറിന് മേലെ വരികയാണെങ്കിൽ നോർമലി ക്ലോസ് ആയിരിക്കുന്ന സ്വിച്ച് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഡിസേബിൾ ആവും. സോ ഈ രീതിയിലാണ് പ്രഷർ സ്വിച്ചസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് റോട്ടറി സ്വിച്ചസ്. വാട്ട് ഡു മീൻ ബൈ റോട്ടറി സ്വിച്ചസ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റോട്ടറി സ്വിച്ചസ്. അപ്പോൾ 2 റോട്ടറി മോഡൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിംഗിൾ പോൾ 4 വേ സ്വിച്ചും 2 പോൾ 6 വേ സ്വിച്ചും. സോ നിങ്ങൾ നോക്കുക, ദീസ് ആർ യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് 1 ലൈൻ ടു മെനി. നമ്മൾ ഡിമക്സ് പോലെ അല്ലേ, ഒരു ഇൻപുട്ടും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും വരുന്ന പോലെ ഡിമക്സിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലേ ഇപ്പോൾ ഈ 4 വേ സ്വിച്ചിന് വരുന്നത്. എക്സാമ്പിൾസ് ഓഫ് ദീസ് സ്വിച്ചസ് ആർ റേഞ്ച് സെലക്ടേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ metering equipment, channel selectors in communication devices, and band selectors in multi-band radios. It consists of 1 or more moving contacts and more than 1 stationary contact. These switches are come with a different arrangement of contact such as single pole 12 way, 3 pole 4 way, 2 pole 6 way and 4 pole 3 way. ഇതൊക്കെ ജസ്റ്റ് ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സിംഗിൾ പോൾ 4 വേയും 2 പോൾ 6 വേയും. വളരെ ക്ലിയർ ആണ്. ഒരു സ്പെസിഫിക് റേഞ്ച് സെലക്ഷൻസിന്. അപ്പോൾ ഈ ഓരോ പൊസിഷനും ഓരോ കണ്ടീഷനായിരിക്കും. ഈ കണ്ടീഷൻ അനുസരിച്ച് ത്രോയും പോളും അഡ്ജസ്റ്റ് ആവുന്ന ടൈപ്പ് സ്വിച്ചസ് ആണ് റോട്ടറി സ്വിച്ചസ്. ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി എടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും സ്വിച്ചസ് പഠിച്ചു. അതിൽ നമ്മൾ ഒരു ടൈപ്പ് ഒഴികെ ബാക്കി എല്ലാ സ്വിച്ചസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് ചെയ്യാനുള്ളത് റിലേ സർക്യൂട്ട്സ് ആണ്. സ്വിച്ചസിൻ്റെ ബാക്കി തന്നെയാണ്. നമുക്കത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ.